ഗ്രീൻ ബനാന റോസ്റ്റ്. ഇതെൻ്റെ ചാനൽ ടേസ്റ്റ് മേക്കർ. എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യുക, ഷെയർ ചെയ്യുക. ഗ്രീൻ ബനാന റോസ്റ്റ് ഇത് നമുക്ക് ചോറിൻ്റെ കൂടെ കഴിക്കാൻ നല്ല ടേസ്റ്റാണ്. ഇതുണ്ടെങ്കിൽ പിന്നെ വേറെ കറിയൊന്നും ആവശ്യമൊന്നുമില്ല. ഇതുണ്ടാക്കാൻ വേണ്ടത് ഒരു പച്ചക്കായ. ഞാൻ ഒരു പച്ചക്കായ എടുത്തത്. ക്വാണ്ടിറ്റി കൂടുതൽ വേണമെങ്കിൽ നിങ്ങൾക്ക് 2 പച്ചക്കായ എടുക്കാം. അതിൻ്റെ കൂടെ ഒരു തക്കാളി, ഒരു ഉള്ളി, 5-6 പച്ചമുളക്, അതൊക്കെ ചെറുതായി കട്ട് ചെയ്യുക. അതിനുശേഷം നമുക്ക് ഒരു പാൻ എടുത്ത് വെളിച്ചെണ്ണ ചൂടാക്കി അതിലേക്ക് 1 ടീസ്പൂൺ കടുക് പൊട്ടിച്ച് അതിലേക്ക് അരിഞ്ഞ് വെച്ച ഉള്ളി ഇട്ട് ഒന്ന് വഴറ്റിയെടുക്കാം. ഉള്ളി വെന്ത് വരുമ്പോൾ നമുക്ക് തക്കാളി ഇട്ടെടുക്കാം. അതും ഒന്ന് വെന്ത് വരുമ്പോൾ അതിലേക്ക് പച്ചമുളകും അതിൻ്റെ കൂടെ നമുക്ക് അരിഞ്ഞ് വെച്ച പച്ചക്കായ ഇട്ട് ഒന്ന് വേവിച്ചെടുക്കാം. അത് വെന്ത് വരുമ്പോൾ ആവശ്യത്തിന് മഞ്ഞൾപ്പൊടിയും മല്ലിപ്പൊടിയും പിന്നെ മുളക് പൊടിയും ഇട്ട് അതിൻ്റെ കൂടെ ആവശ്യത്തിന് ഉപ്പും ഇട്ട് കുറച്ച് വെള്ളം ഒഴിച്ച് ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. ഇത് മിക്സ് ചെയ്ത ശേഷം ഒരു 10 മിനിറ്റ് നമുക്ക് വേവിപ്പിക്കാം. പച്ചക്കായൊക്കെ നന്നായി വെന്ത് വരണം. ഒരു 10 മിനിറ്റ് അടുപ്പിൽ വെച്ച് വേവിപ്പിക്കാം. ഇതിലെ വെള്ളമൊക്കെ വറ്റി ഒരു ഡ്രൈ ആയി വരണം. ഇപ്പോൾ ഒരുവിധം ഡ്രൈ ആയി വന്നിട്ടുണ്ട്. ഇതിലേക്ക് നമുക്ക് 1 ടീസ്പൂണ് കുരുമുളക് പൊടി ആഡ് ചെയ്യാം. കുരുമുളക് പൊടിയാണ് ഈ ഗ്രീൻ ബനാന റോസ്റ്റിന് ടേസ്റ്റ് നൽകുന്നത്. ഒരു നല്ല ടേസ്റ്റാണ്. ഇപ്പോൾ നമ്മുടെ ഗ്രീൻ ബനാന റോസ്റ്റ് റെഡിയായി. ഇത് ചോറിൻ്റെ കൂടി കഴിക്കുന്ന അടിപൊളി ടേസ്റ്റാണ്. നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ എൻ്റെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, ഒന്ന് ഷെയർ ചെയ്യുക. ഗ്രീൻ ബനാന റോസ്റ്റ്. താങ്ക് യു.